മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മക്കൾ എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അത് ശരിക്കും അവരെ എല്ലാം തന്നെ കർത്താവ് വന്ന് പിശാചിൻ്റെ കയ്യിൽ നിന്ന് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ നിന്ന് വിടുവിച്ച് പുതിയ രാജ്യത്തിലേക്ക് ചേർക്കും. ആ സമയത്തുള്ളവരെ കുറിച്ച് ഉദ്ദേശിച്ചാണ് പറയുന്നത്. അല്ലാതെ അതിന് മുമ്പുള്ളവരൊക്കെ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവരൊക്കെ കർത്താവിനെ അറിഞ്ഞവരൊക്കെ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ നേരത്തെ സംസാരിക്കുന്ന പോലെ ഈ വാറിനെ കുറിച്ചുമൊക്കെ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധമാണ്. ഇനിയും 2023 ഇനിയിപ്പോൾ എന്നത് തീരുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതുമായിട്ട് ചേർന്ന് പല യുദ്ധങ്ങളും ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഒരുമിച്ചായി ഒരു എന്താണ് ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ യുദ്ധത്തിലേക്ക് ആയിക്കൂടായികയില്ല. ഇത് എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഗാസ എന്ന് പറയുന്നത് 23 ലക്ഷം ആളുകളുള്ള ചെറിയൊരു പട്ടണമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ശിംശോൻ്റെയൊക്കെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ഈ കുരങ്ങിനെ പോലെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ബൈബിളിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഗാസ യുദ്ധത്തെക്കുറിച്ച് തന്നെ പറയുന്ന ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. 3-4 അതിക്രമ നിമിത്തം. അതായത് നേരത്തെ ഇത് ഒരുപാട് നടന്നിട്ടുണ്ട്. നേരത്തെയുള്ള അറബ് കൺട്രീസ് ഇവരെ എഗൻസ്റ്റായിട്ട് യുദ്ധം ചെയ്ത ഫോർ 3 ട്രാൻസ്ഗ്രഷൻ ഓഫ് ഗസ ആൻഡ് ഫോർ 4. ഇപ്പോൾ 3 കഴിഞ്ഞു, 4-ാമത്തെയാണ് ഇപ്പം നടക്കുന്നത്. അത് ക്ലിയറായിട്ട് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 കഴിഞ്ഞു. 1982, 2006, 1973 ഇതെല്ലാം കഴിഞ്ഞ വാറാണ്. ഇതിപ്പം 2023 പുതിയ വാർ. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. നമ്മൾ കണ്ടാണ് എത്രയോ വീടുകൾ, എത്രയോ ഫ്ലാറ്റുകൾ ഇസ്രായേലിൻ്റെ മിസൈൽ വന്ന് തകർക്കുന്നതൊക്കെ കണ്ടാണ്. ഈ ഹമാസ് വാറിനകത്ത് കണ്ടാണ്. അതെല്ലാം അത് സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. വീണ്ടും സെഫന്യാവിൻ്റെ പ്രവചനം 2-4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും, എക്രോന് നിർമൂലനാശം വരും. ഈ സ്ഥലങ്ങളെല്ലാം ഈ ഗസയുടെ ബൗണ്ടറീസാണ്. അസ്കലോൻ, അസ്തോദ്, എക്രോൺ ഒക്കെ പറയുന്ന എല്ലാം അതിൻ്റെ ബൗണ്ടറീസാണ്. നമുക്കറിയാം, സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം, ഫെലിസ്ത്യ ദേശമായ കനാനെ, യഹോവയുടെ വചനം നിനക്ക് വിരോധമായിരിക്കുന്നു, നിങ്ങൾക്ക് നിവാസികളില്ലാതാവും വണ്ണം നശിപ്പിക്കും. ഇതെല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനടുത്തുള്ള ആളിലെല്ലാം വന്നവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ വാറുകളും ബൈബിളിൽ ഇപ്പം നടക്കുന്ന വാറുകളും എല്ലാം ബൈബിളിൽ പറയുന്നുണ്ട് എന്നുള്ള ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. ഇരമ്യാ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം: ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു, അവിടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി, എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? അയ്യോ യഹോവയുടെ വാളെ, നീ എത്രത്തോളം വിശ്രമിക്കാതിരിക്കും? അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിക്കാൻ അതിനെങ്ങനെ കഴിയും? അപ്പോഴേ ഈ ബൗണ്ടറീസ്, ഗസയുടെ ബൗണ്ടറീസിനും ഒക്കെ വരുന്ന യുദ്ധത്തിൻ്റെ ഭീഷണിയും ഒക്കെ പറഞ്ഞ് ഇതിനകത്ത് കാണുന്ന കഷണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഗസയിലെ ഹമാസ് ലീഡേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാ ഹമാസ് ലീഡേഴ്സിനും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവർ യുദ്ധം ഇത്ര മണിക്കൂർ വേണ്ടെന്നൊക്കെ ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. സന്ധിയൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്ക് UN പറഞ്ഞു യുദ്ധം നിർത്തി വെക്കണം. അതിന് ഇടയ്ക്ക് അത് നിർത്തി 6 മണിക്കൂറേക്ക് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഹമാസിലെ ഇവരൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോയി
താമസിച്ചു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിന് ബോംബിട്ടു. ലീഡേഴ്സിനെ മുഴുവൻ നശിപ്പിക്കുന്നത് വരെ ഈ യുദ്ധം തുടരും. ഹമാസ് ലീഡേഴ്സിനെ മുഴുവൻ നശിപ്പിക്കുന്നവരെ യുദ്ധം തുടരും. എന്താ കാര്യം എന്ന് വെച്ചാൽ ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട്, ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. കഷണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയാൻ തലമുടി പോകുന്നതല്ല, ലീഡേഴ്സിനെ മുഴുവൻ തീരും. അസ്കലോൺ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അവിടെ ഇനി അവരെ ഒരു യുദ്ധത്തിന് നയിക്കാനായിട്ട് ഒരു ലീഡർ ഉണ്ടാവാതിരിക്കത്തക്ക രീതിയിൽ ഇസ്രായേൽ അവരെ ആക്രമിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. വീണ്ടും സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും, ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോവും, അസ്കലോന് നിവാസികളില്ലാതെയാവും. എന്ത് ക്ലിയറായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. രാജാവ് നശിച്ചു പോകും, അസ്കലോന് നിവാസികളില്ലാതെയാവും. ആ യുദ്ധത്തിനകത്ത് അത്രയ്ക്ക് ഇപ്പം തന്നെ 30,000 പേരെ കൂടുതൽ മരിച്ചു. ആകെയുള്ള പോപ്പുലേഷന് അവിടുന്ന് കുറേ പേര് അവിടുന്ന് പ്രയാണം ചെയ്തു. ഈജിപ്തിലോട്ടും വേറെ ലെബാനോനിലോട്ടും ഒക്കെ പ്രയാണം ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ശ്മശാനം പോലെ ആകുന്നൊരു സ്റ്റേജിലേക്ക് ബിൽഡിങ്ങുകളെല്ലാം തകർത്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവം നേരത്തെ ഇതെല്ലാം പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ദൈവത്തെ പറഞ്ഞ് അനുസരിക്കത്തില്ല. ഈ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുമെന്ന് പറയുന്ന രീതിയിലാണ്. അതിന് ലീഡേഴ്സും ഒക്കെ അങ്ങനെയായിരുന്നു. നമുക്കറിയാം, രാജാക്കന്മാരുടെ ഭരണം വന്നപ്പോൾ തൊട്ട് ശൗല് ദൈവത്തിനെതിരായിട്ട് നിൽക്കുകയായിരുന്നു. ദാവീദ് വലിയ പാപം ചെയ്തതായിട്ട് നമുക്കറിയാം. പിന്നെ നാഥാൻ പ്രവാചകൻ വന്ന് തിരുത്തിയപ്പോഴാണ് ദാവീദ് കേട്ടത്. അന്ന് തൊട്ടേ എതിരാണ്. ശലോമോൻ്റെ മക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തു. പിന്നെയും അവർ ശബത്ത് ആചരിക്കുകയോ ദൈവത്തിന് വേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇല്ലാതെ അവസാനം അവിടുന്ന് പ്രവാസത്തിലേക്ക് പോയി. എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. നല്ല സമയത്ത് പറയുന്ന ഒന്നും കേൾക്കുകയില്ല. ഇത് ദൈവം പിന്നെ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരത് തിരിയത്തില്ല, ദൈവത്തിലേക്ക് തിരിയത്തില്ല. ഇപ്പോഴും തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ എത്തിസ്റ്റ് പോപ്പുലേഷനാണ് ഇന്നും ഇസ്രായേലിലുള്ളത്. എത്തിസ്റ്റിൻ്റെ എണ്ണം കൂടി വരികയാണ്. കാരണം അവർക്കിപ്പം അവരെ ആ പഴയ ട്രഡീഷണലായിട്ടുള്ള അല്ലെങ്കിൽ ആ പഴയ രീതിയിലുള്ള യഹൂദന്മാർ, റിജിഡായിട്ടുള്ള യഹൂദന്മാരിപ്പം കുറച്ച് പേരേ ഉള്ളൂ. അവർ മാത്രമാണ് അവിടെ പോയി ആ വിലാമതിലിൽ പോയി കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നത്, അവരുടെ തോറ വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ ഇരിക്കുന്നവരാണ്. കാരണം അവർ പുതിയ ശാസ്ത്രം ഒക്കെ ഡെവലപ്പ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന രീതിയിലാണ്. നമുക്കറിയാം, നേരത്തെ ഗേയുടെ പരേഡ് നടന്നൊരു സ്ഥലമാണ്. 2018 യെരുശലേമിലെ ഗേ പരേഡ് നടന്ന സ്ഥലമാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇൻ്റർനാഷണൽ ഗേ പരേഡ് നടന്ന സ്ഥലം എന്നുവെച്ചാൽ സോദോമിൻ്റെയും ഗോമോറയുടെയും അവസ്ഥയിലായിത്തീരുന്ന യെരുശലേം പട്ടണം ആ രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. യെരമ്യാവ് 22-21 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്കനുസരിക്കാതിരുന്ന ബാല്യകാലം മുതൽ നിന്റെ ശീലം. ദൈവം പറയുന്ന ഒന്നും കേൾക്കത്തില്ല. നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ട നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അവരെ പ്രവാസത്തിലേക്ക് അതുപോലെ പോയി, പറയുന്ന പോലെ പോയി. ഇനിയും അവരത് കഴിഞ്ഞിട്ട് പലതരമായിട്ടുള്ള കഷ്ടതയിൽ കൂടെ പോയി. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. 1945 രണ്ടാം ലോകമായ യുദ്ധത്തിൽ 6 മില്യൺ ജ്യൂസിനെയാണ് ഹിറ്റ്ലർ കൊന്നു കളഞ്ഞത്. നമുക്കറിയാവുന്നതാണ്. ഈ ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എത്ര നാൾ, ഈ ഹമാസിൻ്റെ യുദ്ധം നീണ്ടുപോകുമെന്ന് അറിയത്തില്ല. ആ യുദ്ധം നീണ്ടുപോകാതെ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ലീഡേഴ്സിനെ കൊന്നിട്ടില്ല. കൊന്നു കഴിഞ്ഞാലേ തീരുള്ളൂ. നമുക്കറിയാം, ഈ ഹമാസ് എന്നൊക്കെ പറയുന്നത് ഫോം ചെയ്ത് തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കൊണ്ടാണ്. ഇസ്ലാമിക് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വന്നിട്ട് അതിൻ്റെ ബേസ് വന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആ കൺട്രികളിൽ നിന്നാണ് അതിൻ്റെ ബേസ് വന്നത് തന്നെ. അവിടെ നിന്നുള്ള ആളുകളാണ്. എന്താണ് ഈ അറേബ്യൻ കൺട്രീസ് ഇസ്രായേലിനെ ജയിക്കാനായിട്ട് പല സമയങ്ങളിൽ നോക്കിയിട്ട് നടക്കാതിരുന്നത് കൊണ്ട് അവർ ടെററിസ്റ്റിനെ നിർത്തി അവർക്ക് പൈസ കൊടുത്ത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമുക്കറിയാം, സൂയസ് കനാലിൽ കൂടി കപ്പൽ പോകാൻ പോലും
ഹൂതികൾ സമ്മതിക്കുന്നില്ല, അവരത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇതെല്ലാം ഇതിൻ്റെ സപ്പോർട്ടെല്ലാം അറബ് കൺട്രീസ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അവരും ഇത് വിശുദ്ധ വാറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഗോലിയാത്തും ദാവീദും തമ്മിൽ യുദ്ധം ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ. ദാവീദ് യേശുവിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞു, ഗോലിയാത്ത് അവൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. ഒരു വിശുദ്ധ വാറായിരുന്നു എന്ന് പറയുന്ന പോലെ ഇതൊരു വിശുദ്ധ വാറാണ്. ഈ വിശുദ്ധ വാറിൻ്റെ എൻഡ് ചിലപ്പോഴേ തേർഡ് വേൾഡ് വാറിൽ ചെന്ന് എത്തുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. എന്തിൻ്റെ ഈറ്റുനോവ്? പ്രകൃതി മുഴുവൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നു. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം തുടങ്ങുന്നതിൻ്റെ ഈറ്റുനോവ്, അതിനുള്ള ആരംഭമാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, യുദ്ധവും യുദ്ധസ്തുതികളും നിങ്ങൾ കേൾക്കും, എന്നാൽ അതൊന്നുമല്ല. അതിനൊക്കെ മുമ്പേ തന്നെ കർത്താവിൻ്റെ രഹസ്യവരവ് ഉണ്ടാകും എന്ന് നമ്മൾ മറന്നുപോയത്. കർത്താവിനെ കാത്തിരിക്കുന്നവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. 32,000 ഫീറ്റ് മേളിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ വരത്തില്ല, മേഘത്തിലാണ് വരുന്നത്. മേഘത്തിൽ അവരെടുക്കപ്പെടും. പിന്നീട് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാനായിട്ട് വലിയ യുദ്ധത്തിന് വേണ്ടിയാണ് സിയോൻ പർവ്വതത്തിലെ അവിടെ കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഈ കർത്താവിനെ അറിയാതെ നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണം ഒരിക്കലും നടത്തരുത്. ഈ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ ഈ കർത്താവുമായിട്ട് എപ്പോഴും ആയിരിക്കും. ദൈവം ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത സമയത്ത് തന്നെ ദൈവം അവരൊരു സെപ്പറേഷൻ എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നിങ്ങൾ മറ്റുള്ള ജാതികളോട് ഇടകലരരുത്, ദൈവത്തിൻ്റെ സെപ്പറേറ്റായിട്ട് അവരെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു. കാരണം അവർക്കായിരുന്നു കൽപ്പനകൾ കൊടുത്തിരുന്നത്, അവരായിരുന്നു ദൈവത്തെ വർഷിപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആദ്യം സമാപന കൂടാരത്തിൽ പോലും ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് ഉണ്ടായിരുന്നു. പിന്നെ ദൈവം അവർക്ക് ലീഡേഴ്സിനെ കൊടുത്തു, മോശയെ കൊടുത്തു, യോശുവയെ കൊടുത്തു, കൽപ്പനകളെല്ലാം കൊടുത്തു. അതനുസരിച്ച് അവർ ജീവിക്കും. എന്നാലും അവിടെ തന്നെയും അവർ ആദ്യം തന്നെ അവർക്ക് രാജാവ് വേണമെന്ന് പറഞ്ഞു, രാജാവിനെ കൊടുത്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും കൊടുത്തിട്ടും അവിടെയൊക്കെ തന്നെ അവർ മറ്റുള്ളവരായിട്ട് ഇടകലർന്ന് ആ ജാതികളുടെ ആചാരവും അനുഷ്ഠാനങ്ങളും ഏറ്റെടുത്തായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നു. ശലോമോൻ്റെ സമയമായപ്പോഴത്തേക്ക് അനേകം ഭാര്യമാർ ശലോമോന് വന്ന് അവരുടെയൊക്കെ ദൈവങ്ങളെ അവിടെ കൊണ്ടുവന്നായിട്ട് കാണുന്നു. അവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ വന്നു. അതിനുശേഷമാണല്ലോ ഇസ്രായേൽ തന്നെ വിഭജിച്ചു പോയത്. എന്നിട്ട് ആ ഒരു രീതിയിൽ അത് കഴിഞ്ഞ് ഈ ഇസ്രായേൽ AD 70 യെരുശലേം ടെമ്പിളൊക്കെ ഡ്രോ ചെയ്ത് പോയതിന് ശേഷം ഇവർ അനേക സ്ഥലങ്ങളിലേക്ക് പോയതിന് ശേഷം അവിടെ എല്ലാം ജാതികളുമായിട്ട് ഇടകലർന്ന് ഒരു മിക്സഡ് ട്രൈബ് തന്നെ ഉണ്ടായി എന്ന് പറയാം. കാരണം പ്യുവറായിട്ടുള്ള ജ്യൂസ് അല്ല. അതുകൊണ്ട് ഇന്ന് ജ്യൂസ് പറയുന്നത് ജ്യൂസായിട്ടുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ഇസ്രായേലിലേക്ക് ഒരു പ്രവേശനം കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു തെളിവ് ജ്യൂസ് ആണെന്ന് പറയണം. ഒന്നുകിൽ നിൻ്റെ അച്ഛനോ വല്യച്ഛനോ ആ ഒരു ഇത്, അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഏതെങ്കിലും രീതിയിലൊരു തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇസ്രായേലിലേക്ക് ഇന്ന് അവരെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഇന്ന് ഡിക്ലറേഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം എല്ലാവരും പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ള യഹൂദന്മാർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള 6.3 മില്യൺ യഹൂദന്മാരുണ്ട്. അവരാണ് കൂടുതലും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൂടുതൽ ഗവേഷണം നടത്തുകയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അവരാണ് അതിനകത്ത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് അവിടെ കിട്ടുന്നുണ്ടല്ലോ, അവരാണത് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളിലെ പ്രധാനമായിട്ടുള്ളത് കാനഡ, UK, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള കൺട്രീസാണ്. എവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ ചെന്നാൽ എവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് ആരും പരസ്യമായിട്ട് എടുക്കാതെ രഹസ്യമായിട്ട്, അതാണ് ഈ ഹമാസ് ഇന്ന് രഹസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പലതും. കാരണം ഒരു സുപ്രഭാതത്തിൽ അവിടെ കൂടാര പെരുന്നാളിൻ്റെ അന്ന് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഓടി വന്നിട്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അറ്റാക്ക് ചെയ്യായിരുന്നു. അവിടെ പെരുന്നാളിൻ്റെ അന്ന് ആരും ചിന്തിച്ചു പോലുമില്ല. അങ്ങനെ അറിയാത്ത രീതിയിലാണ് അറ്റാക്ക് വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു സ്വഭാവം ഇസ്രായേലിനില്ല, ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനിയും വരത്തുമില്ല, ഇപ്പോഴെങ്ങും വരത്തില്ല. അതിനിയും വരണമെന്നുണ്ടെങ്കിൽ കർത്താവ് വന്ന് ആ സഭയെ, അവരെ ആൻറ്റിക്രൈസ്റ്റിനെ തോൽപ്പിച്ച് കഴിയുന്ന സമയത്ത് മാത്രമേ ആ ഒരു ചിന്ത അവരിൽ വരുള്ളൂ. അതുവരെ അത് വരത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ബൈബിളിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവുണ്ട് നമ്മൾ മറന്നു വരുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു എപ്പിസോഡിൽ കൂടെ പറയാമെന്ന് വെച്ചാൽ, ഹമാസിൻ്റെ വാറ് വരെയും ആ ഹമാസിൻ്റെ ആ പ്ലേസ് ആ ഓരോ സ്ഥലം, ഗാസയും
ഈ അസ്കലോണും അസ്തോദും എക്രോനും ഇതിൻ്റെ എല്ലാം ബൗണ്ടറിയിലുള്ള ഗേറ്റിൻ്റെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഈ സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളും ഇതേപോലെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അന്ന് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈബിളിലുള്ള പ്രവചനങ്ങൾ നടക്കാനായിട്ടുള്ള ചുരുക്കമായിരിക്കുക, ബാക്കിയെല്ലാം നടന്നു. ഇനിയിപ്പോൾ ഉള്ളതെല്ലാം നടക്കാനുള്ളത് അന്ത്യകാലത്തെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ ഈ യുദ്ധമില്ലേ, ഈ അവസാനമുള്ള അർമഗദോൻ യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ ദൈവത്തിൻ്റെ രാജ്യം 1000 ആണ്ട് വാഴ്ചയുടെ ആ രാജ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി നടക്കാനുള്ളൂ, ബാക്കിയെല്ലാം നടന്നു. അതുകൊണ്ട് കർത്താവ് വരുന്നു, കള്ളൻ നിങ്ങളെ അറിയിക്കാതല്ലേ വരുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ വരവാസന്നമായി. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോഴും എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, കർത്താവ് വരുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ശോധന ചെയ്യാം. അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഇതായിരുന്നു, ലക്ഷ്യങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രകൃതിയുടെ കാര്യം പറഞ്ഞു, സയൻസിൻ്റെ കാര്യം പറഞ്ഞു, യഹൂദൻ്റെ കാര്യം പറഞ്ഞു, ഇനിയും അതുപോലെ സാമൂഹിക ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനിയും കുറേ ലക്ഷണങ്ങളുണ്ട്. യേശുക്രിസ്തു ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ, യേശുക്രിസ്തു പറഞ്ഞ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം ഈ വരുന്ന ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഇനിയുള്ള പുതിയ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. സയൻസ് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമുക്ക് സംസാരിക്കാം. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നമ്മുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. രോഗികളായിട്ടുള്ളവർ നിങ്ങളുടെ ഏത് അവയവത്തിലാണ് പ്രയാസം എന്ന് വെച്ചാൽ നിങ്ങളുടെ വലങ്കൈ അവിടെ വെച്ച് പ്രാർത്ഥിക്കണം, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾ ഏത് പ്രയാസമാണല്ലോ അതിലെല്ലാം വിടുവിക്കും. ഈ നാളുകളിലെ ദൈവത്തിൻ്റെ കൂടുതൽ കൃപകൾ നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടവരണം. അന്ത്യകാലമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടവരണം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഗാസയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലുള്ള റെവലേഷൻസ്, വെളിപ്പാടുകളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ദൈവമേ, എല്ലാ കാര്യങ്ങളും എത്ര ക്ലിയറായിട്ട് ബൈബിളിലെ വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ദൈവമേ, ഇതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം നടക്കുമെന്ന് കർത്താവെ എത്രയോ നാളിന് മുമ്പേ പ്രവാചകന്മാർ കർത്താവെ 2500 വർഷത്തിന് മുമ്പേ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നതായിരുന്നു. എന്നാൽ ഇന്നത് നടക്കുമ്പോൾ ഞങ്ങൾക്കതെല്ലാം റിയലൈസ് ചെയ്യുന്നു, ഇതെല്ലാം നടക്കേണ്ടതാവുന്നുവെന്ന്. അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ എഴുതിയിരിക്കുന്നൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ പരിശുദ്ധാത്മാനെ എഴുതിയതിനാൽ അതെല്ലാം അതുപോലെ നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും കർത്താവേ, ഇതിനെ കൂടുതലായിട്ട് ചിന്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില ആളുകളെ ഇന്ന് ചില പ്രയാസങ്ങൾ ഞങ്ങളെ കാണിച്ചു തരുന്നു. കർത്താവേ, വയറിൽ ഉള്ള ചില എക്സ്റ്റേണലായിട്ടുള്ള തടിപ്പ്, നീര് പോലെ വന്ന് ചൊറിഞ്ഞ് തടിച്ചിരിക്കുന്ന ചില കേസുകൾ ദൈവം കാണിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വലിയ വിടുതലയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ കർത്താവെ, ഹെർണിയ ബാധിച്ച ചില ആളുകൾ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൂർണ്ണ വിടുതൽ നീ ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വായിൽ അൾസറായിരിക്കുന്ന ചില ആളുകളെ ദൈവം കാണിക്കുന്നു. കർത്താവെ, ഭക്ഷണം പോലും കഴിക്കാനായിട്ട് സാധ്യമാകാതെ ഇരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നീ വിടുതൽ കൊടുക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിലും അവിടെ വലങ്കയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം വലിയൊരു വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏത് അസുഖമായാലും കർത്താവെ, അതെല്ലാം കർത്താവെ മാറിപ്പോവാനായിട്ട് അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ വലിയ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ട് ഇരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ഒരുപാട് പേർക്ക് പ്രാർത്ഥനയിൽ കൂടി പ്രയോജനം വരുന്നുവെന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇടയ്ക്ക് വെച്ച് കാണുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കണ്ടാൽ ആ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.